പണ്ഡിതന്മാർ പറയാണ്, ആരെങ്കിലും വ്യാലസ് കെട്ടിനോ ഷിർക്ക് ചെയ്തു. അതിന്നൊരു ഇസ്തിസ്ന ആയിട്ട് ഇത് ഖുർആനും സുന്നത്തും അദ്കാറുകളാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, മുജാഹിദ് മൗലവി പറയുന്നത് ശ്രദ്ധാപൂർവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഹദീസ് ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയുടെ ആധികാരിക ശർഹായ ഫത്ഹുൽ ബാരിയിൽ 6-ാം വാള്യം 160-ാമത്തെ പേജിൽ പറയുകയാണ്, ഹാദാ കുല്ലുഹു ഫീ തഅലീഖി തമായിമി വഗൈരിഹാ മിമ്മാ ലൈസ ഫീഹി ഖുർആനുൻ വനഹുഹു. ഈ പറയപ്പെട്ട മുഴുവനും ഖുർആനോ അതുപോലത്തതോ ഇല്ലാത്ത ഉറുക്കും മറ്റുള്ളതും കെട്ടുന്നതിനെ കുറിച്ചാണ് ഈ പറയപ്പെട്ടത്. എന്നാൽ എന്നാൽ അള്ളാഹുവിന്റെ ദിക്റുള്ളതാണെങ്കിൽ അതിൽ നഹി ബാധകമല്ല. നഹി ബാധകമല്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട്, അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് കാവല് തേടാനും അതുപോലെ തന്നെ അതുകൊണ്ട് ബറക്കത്തെടുക്കാനും പറ്റുന്നതാണ് എന്നും ഹാഫിദുൽ ഹദീസ് ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് വളരെ വ്യക്തമായി 6-ാം വാള്യം 160-ാമത്തെ പേജിൽ പഠിപ്പിക്കുകയാണ്. ശിർക്ക് ചെയ്തിരിക്കുന്നു. അത് ശിർക്കാണ്, ശിർക്കാണ്. ഖുർആനാണ് മൗലവി, അതിന്റെ ഉള്ളിൽ ഖുർആനായത്താണ്, കാര്യമില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ 10-ാം വാള്യം 261-ാമത്തെ പേജിൽ പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഇന്ന റുക്കാ വത്തമായിമ വത്തിവലത ശിർക്കുൻ, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, വ ഇന്നമാ കാന ദാലിക മിന ശിർക്കി, ഈ പറയപ്പെട്ടവ ശിർക്കിൽ പെടാനുള്ള കാരണം അന്നഹും അറാദു ദഫ്അൽ മളാരി വ ജൽബൽ മനാഫി മിൻ ഇൻദി ഗൈരില്ലാഹി, അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ഉപകാരങ്ങൾ നേടുവാനും ഉപദ്രവങ്ങൾ തട്ടിക്കളയുവാനും അവർ ഉദ്ദേശിച്ചതിന്റെ കാരണത്താലാണ് ഈ പറയപ്പെട്ടവ ശിർക്കിൽപ്പെട്ടത്. എന്നാൽ വലാ യദ്ഖുലു ഫീ ദാലിക മാ കാന ബി അസ്മാഇല്ലാഹി വ കലാമിഹി, അല്ലാഹുവിന്റെ കലാമ് കൊണ്ടോ അല്ലാഹുവിന്റെ നാമങ്ങൾ കൊണ്ടോ ഉള്ളതാണെങ്കിൽ ആ പറയപ്പെട്ട ശിർക്കിൽ പെടുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഹദീസ് ഇമാം ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ അദ്ദേഹത്തിന്റെ 10-ാം വാള്യം 221-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇതേ അഭിപ്രായം 2-ാം ഷാഫി എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി തങ്ങൾ അദ്ദേഹത്തിന്റെ അൽ മജ്മൂ ശർഹ് മുഹദ്ദബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 9-ാം വാള്യം 161-ാമത്തെ പേജിലും വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അവരുടെ തന്നെ നേതാവായി അവർ അംഗീകരിക്കുന്ന ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ നെയ്ലുൽ ഔത്താർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 12-ാം വാള്യം 184-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ജഅല ഹാദിഹി സലാസത മിന ശിർക്കി, ഈ പറയപ്പെട്ട 3 ശിർക്കിൽ പെടുത്താനുള്ള കാരണം ലിഇഅ്തിഖാദിഹിം അന്ന ദാലിക യുഅസ്സിറു ബിനഫ്സിഹി, ഈ പറയപ്പെട്ട 3 അവ സ്വയം ഫലിപ്പിക്കുമെന്ന് അവർ വിശ്വസിച്ചതിന്റെ കാരണത്താലാണ് ഈ 3 ശിർക്കിൽ പെടുത്താനുള്ള കാരണമെന്ന് അവരെല്ലാവരും അംഗീകരിക്കുന്ന ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുകയാണ്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി 2-ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി തങ്ങൾ പറയുന്നതിനെയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്, അതല്ല ഖുർആനിനെയും ഹദീസിനെയും ദുർവ്യാഖ്യാനിക്കുന്ന മുജാഹിദുകൾ പറയുന്നതാണോ? അതുപോലെ തന്നെ സഹീഹുൽ ബുഖാരിയുടെ ആധികാരിക ശർഹായ ഫത്ഹുൽ ബാരിയുടെ രചയിതാവായ ഇമാം ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ പറയുന്നതാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്, അതല്ല മുജാഹിദുകൾ പറയുന്നതാണോ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അല്ലാഹു തആല സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.